നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഭരണഘടനാ നിർമ്മാണ സമിതിയുമായിട്ട് ബന്ധപ്പെട്ട എപ്പിസോഡാണ്. ഭരണഘടനാ നിർമ്മാണ സമിതിയുമായിട്ട് ബന്ധപ്പെട്ട മുൻ എപ്പിസോഡുകളിൽ ഭരണഘടനാ നിർമ്മാണ സമിതി അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എങ്ങനെ രൂപീകൃതമായി എന്നുള്ള കാര്യങ്ങൾ വരെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമ്മൾ ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ കമ്മിറ്റികളെ പറ്റിയാണ് പറയുന്നത്. ചെറുതും വലുതുമായിട്ടുള്ള 22 കമ്മിറ്റികളാണ് ഭരണഘടനാ നിർമ്മാണ സമിതിയിലുണ്ടായിരുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട 8 കമ്മിറ്റികളാണുള്ളത്. ആ 8 കമ്മിറ്റികൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റികളാണ് നമ്മളിന്ന് നോക്കുന്നത്. കമ്മിറ്റികളും അതിൻ്റെ ചെയർമാനായിട്ടുള്ളത് ആരായിരുന്നു എന്നുമാണ്. ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്മിറ്റിയാണ് യൂണിയൻ പവർ കമ്മിറ്റി. യൂണിയൻ പവർ കമ്മിറ്റി, അതുപോലെ യൂണിയൻ ഭരണഘടനാ സമിതി, സംസ്ഥാന കമ്മിറ്റി, ഇങ്ങനെ 3 കമ്മിറ്റികളുണ്ടായിരുന്നു. ഏതൊക്കെയാണ്? യൂണിയൻ പവർ കമ്മിറ്റി, യൂണിയൻ ഭരണഘടനാ സമിതി, സംസ്ഥാന കമ്മിറ്റി. ഈ 3 കമ്മിറ്റികളുടെയും തലവനായിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ ചെയർമാനായിട്ടുണ്ടായിരുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. അപ്പോൾ ജവഹർലാൽ നെഹ്റു ചെയർമാനായിട്ടുണ്ടായിരുന്ന ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ 3 കമ്മിറ്റികളാണ് യൂണിയൻ പവർ കമ്മിറ്റി, യൂണിയൻ ഭരണഘടനാ സമിതി, സംസ്ഥാന കമ്മിറ്റി. അത് കഴിഞ്ഞിട്ട് സർദാർ വല്ലഭായ് പട്ടേൽ ചെയർമാനായിട്ടുണ്ടായിരുന്ന 2 കമ്മിറ്റികളാണ്. ഒന്ന് പ്രവിശ്യ ഭരണഘടനാ സമിതിയും മറ്റൊന്ന് ഉപദേശക സമിതിയും. ഉപദേശക സമിതി എന്ന് പറയുമ്പം അഡ്വൈസറി കമ്മിറ്റി ഓൺ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആൻഡ് മൈനോറിറ്റി റൈറ്റ്സ്, അതാണ് ഉപദേശക സമിതി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ പ്രവിശ്യ ഭരണഘടനാ സമിതിയുടെയും ഉപദേശക സമിതിയുടെയും അഡ്വൈസറി കമ്മിറ്റി ഓൺ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആൻഡ് മൈനോറിറ്റി എന്നുള്ളതാണ് ഓർത്തു വെക്കേണ്ടത്. അത് എന്താണ്? മൗലിക അവകാശങ്ങളുടെയും ന്യൂനപക്ഷത്തിൻ്റെയും എല്ലാം ഭാഗമായിട്ടുള്ള കമ്മിറ്റിയാണ്. ആ കമ്മിറ്റിയുടെ തലവനും പ്രവിശ്യ ഭരണഘടനാ സമിതിയുടെ തലവനും സർദാർ വല്ലഭായ് പട്ടേലാണ്. പിന്നീട് ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ തലവൻ ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിട്ടുണ്ടായിരുന്നത്. നമ്മളിവിടെ മൗലിക അവകാശ കമ്മിറ്റി പറഞ്ഞല്ലോ, അതാണ് ഈ ഉപദേശക സമിതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സർദാർ വല്ലഭായ് പട്ടേൽ ചെയർമാനായിട്ടുണ്ടായിരുന്നു. ആ മൗലിക അവകാശ കമ്മിറ്റിയുടെ ഒരു ഉപസമിതി ഉണ്ടായിരുന്നു. മൗലിക അവകാശ ഉപസമിതി എന്നാണ് പറയുന്നത്. ആ ഉപസമിതിയുടെ അധ്യക്ഷനായിട്ടുണ്ടായിരുന്നത് JB കൃപലാനിയാണ്. ഇവിടെ നമുക്ക് മാറിപ്പോകാൻ സാധ്യതയുള്ളൊരു കാര്യം, മൗലികാവകാശ കമ്മിറ്റിയുടെ അഡ്വൈസറി കമ്മിറ്റി ഓൺ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആൻഡ് മൈനോറിറ്റി, ആ കമ്മിറ്റിയുടെ അല്ലെങ്കിൽ ഉപദേശക സമിതിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. പക്ഷേ മൗലികാവകാശ ഉപസമിതിയുണ്ട്. ഉപസമിതിയുടെ ചെയർമാനാണ് JB കൃപലാനി. അടുത്തതായിട്ട് ന്യൂനപക്ഷ ഉപസമിതിയുണ്ട്. മൈനോറിറ്റി, നമ്മൾ പറഞ്ഞില്ലേ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആൻഡ് മൈനോറിറ്റി എന്ന്. അതിൽ ന്യൂനപക്ഷ ഉപസമിതിയുടെ അധ്യക്ഷനായിട്ടുള്ള ആളാണ് HC മുഖർജി. ഇതും ആലോചിക്കാൻ, ന്യൂനപക്ഷ ഉപസമിതിയാണ്. ഉപസമിതിയുടെ അധ്യക്ഷനായിട്ടുള്ള ആളാണ് HC മുഖർജി. അതുപോലെ വടക്കു കിഴക്കൻ അതിർത്തി ആദിവാസി മേഖലകളും ആസാമും ഒഴിവാക്കിയതും ഭാഗികമായിട്ട് ഒഴിവാക്കപ്പെട്ടതുമായിട്ടുള്ള പ്രദേശങ്ങളുടെ ഒരു ഉപസമിതി ഉണ്ടായിരുന്നു. അതിൻ്റെ അധ്യക്ഷൻ AV താക്കർ ആയിരുന്നു. അത്ര പ്രധാനപ്പെട്ടതല്ല ഈ AV താക്കർ അധ്യക്ഷനായിട്ടുള്ളത്. തീരെ പ്രധാനപ്പെട്ടതല്ലെന്നല്ല, ഈ പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റി എന്ന് പറയുന്നത് യൂണിയൻ പവർ കമ്മിറ്റി, യൂണിയൻ ഭരണഘടനാ സമിതി, സംസ്ഥാന കമ്മിറ്റി, പ്രവിശ്യ ഭരണഘടനാ സമിതി, അഡ്വൈസറി കമ്മിറ്റി ഓൺ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആൻഡ് മൈനോറിറ്റി റൈറ്റ്സ്, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി, അതുപോലെ മൗലിക അവകാശ ഉപസമിതി, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ടത്. ഈ ചട്ടങ്ങളും നടപടിക്രമങ്ങളും സമിതി, സ്റ്റിയറിംഗ് കമ്മിറ്റി, ഇതിൻ്റെ രണ്ടിൻ്റെയും ചെയർമാനായിട്ടുണ്ടായിരുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ചട്ടങ്ങളും നടപടിക്രമങ്ങളും സമിതി എന്ന് പറയുമ്പോൾ റൂൾസ് ആൻഡ് പ്രൊസീജിയർ കമ്മിറ്റി എന്നാണ് ഉദ്ദേശിക്കുന്നത്.
അതിൻ്റെ മലയാളത്തിലുള്ളത് ചട്ടങ്ങളും നടപടിക്രമങ്ങളും സമിതി എന്നാണ്. അതും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതുപോലെ സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെയും റൂൾസ് ആൻഡ് പ്രൊസീജിയർ കമ്മിറ്റിയുടെയും ചെയർമാനായിട്ടുള്ളത് രാജേന്ദ്ര പ്രസാദാണ്, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട കമ്മിറ്റികളാണ് ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഉണ്ടായിരുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി വളരെ പ്രധാനപ്പെട്ടതാണ്. ബാക്കി കമ്മിറ്റികളുടെയൊക്കെ ചെയർമാൻ ആരാണ് എന്ന് പഠിച്ചു വെച്ചാൽ മതി നമ്മൾ. പക്ഷേ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ പറ്റി കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അറിയണം. അങ്ങനെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ പറ്റി നോക്കുന്നതിന് മുൻപായിട്ട് നമുക്ക് ഇതുവരെ നോക്കിയ അത്രയും കമ്മിറ്റികളും അതിൻ്റെ ചെയർമാന്മാരും ഒന്നും കൂടി നോക്കാം. പ്രധാനപ്പെട്ട 22 കമ്മിറ്റികളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 8 കമ്മിറ്റികളാണ്. അതിൽ യൂണിയൻ പവർ കമ്മിറ്റി, യൂണിയൻ ഭരണഘടനാ സമിതി, സംസ്ഥാന കമ്മിറ്റി, ഇതിൻ്റെ മൂന്നിൻ്റെയും ചെയർമാൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. പ്രവിശ്യ ഭരണഘടനാ സമിതി, ഉപദേശക സമിതി, ഇതിൻ്റെ രണ്ടിൻ്റെയും ചെയർമാൻ സർദാർ വല്ലഭായ് പട്ടേലായിരുന്നു. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ BR അംബേദ്കർ. മൗലികാവകാശ ഉപസമിതിയുടെ ചെയർമാനാണ് JP കൃപലാനി. ന്യൂനപക്ഷ ഉപസമിതിയുടെ ചെയർമാൻ HC മുഖർജിയാണ്. അതുപോലെ ചട്ടങ്ങളും നടപടിക്രമങ്ങളും സമിതി അഥവാ റൂൾസ് ആൻഡ് പ്രൊസീജിയർ കമ്മിറ്റി, സ്റ്റിയറിംഗ് കമ്മിറ്റി, ഇതിൻ്റെ രണ്ടിൻ്റെയും ചെയർമാൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. ഇനി നമ്മൾ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ പറ്റിയാണ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ നമ്മൾ കുറച്ച് മുൻപ് പറഞ്ഞു, ഡോക്ടർ BR അംബേദ്കർ ആണ്. ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. 1947 ഓഗസ്റ്റ് 29-നാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിച്ചത്. നമ്മൾ നോക്കിയ കാര്യങ്ങളൊന്നും കൂടി പറയുകയാണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. 1947 ഓഗസ്റ്റ് 29-നാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിച്ചത്. 1947 ഓഗസ്റ്റ് 29-ന് രൂപീകരിച്ച ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അതിലെ പുതിയ ഭരണഘടനയുടെ കരട് തയ്യാറാക്കുക എന്ന ചുമതലയാണ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ പ്രധാനമായിട്ടും 7 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. അവരാരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ ആ 7 അംഗങ്ങളുടെ പേര് നമ്മൾ ഓർത്ത് വെക്കുക. N. ഗോപാലസ്വാമി അയ്യങ്കാർ, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, KM മുൻഷി, സയ്യിദ് മുഹമ്മദ് സാദുള്ള, N. മാധവറാവു, അത് BL മിത്തറിന് പകരം വന്ന ആളാണ്. TT കൃഷ്ണമാചാരി, അത് 1948 DP ഖൈത്താൻ മരണപ്പെട്ടു. ഖൈത്താൻ മരണപ്പെട്ടതിന് ശേഷം വന്നതാണ് TT കൃഷ്ണമാചാരി. അപ്പോൾ നമുക്ക് ആ പേരുകളൊന്ന് നോക്കാം. ഇതിലിപ്പം 6 പേരുകളാണ് പറഞ്ഞിട്ടുള്ളത്. ചെയർമാനായിട്ടുള്ളത് ഡോക്ടർ BR അംബേദ്കർ ആണ്. 1 N. ഗോപാലസ്വാമി അയ്യങ്കാർ, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, KM മുൻഷി, സയ്യിദ് മുഹമ്മദ് സാദുള്ള, N. മാധവറാവു, TT കൃഷ്ണമാചാരി. ഇങ്ങനെ 7 അംഗങ്ങളാണുള്ളത്. ഇത് കൂടാതെ ചെയർമാനായിട്ട് ഡോക്ടർ BR അംബേദ്കറും ഉണ്ടായിരുന്നു. പുതിയ ഭരണഘടനയുടെ കരട് തയ്യാറാക്കുക എന്നുള്ളതാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിക്ക് ഉണ്ടായിരുന്ന ചുമതല. അതായിരുന്നു പ്രധാനപ്പെട്ട ചെറുതും വലുതുമായ 22 കമ്മിറ്റികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ കമ്മിറ്റികളെ പറ്റി പറയാനുള്ളത്. അത് നമ്മൾ ഒന്നും കൂടി പറഞ്ഞു നോക്കിയാണ് റിവൈസ് ചെയ്ത് കേൾക്കാൻ ശ്രമിക്കുക. പ്രധാനമായിട്ടും ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ 22 കമ്മിറ്റികളാണ് ഉണ്ടായിരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട 8 കമ്മിറ്റികൾ: യൂണിയൻ പവർ കമ്മിറ്റി, യൂണിയൻ ഭരണഘടനാ സമിതി, സംസ്ഥാന കമ്മിറ്റി. ഇതിൻ്റെ മൂന്നിൻ്റെയും തലവൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. പ്രവിശ്യ ഭരണഘടനാ സമിതി, അതുപോലെ ഉപദേശക സമിതി, അഡ്വൈസറി കമ്മിറ്റി ഓൺ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആൻഡ് മൈനോറിറ്റി റൈറ്റ്സ്, അത് സർദാർ വല്ലഭായ് പട്ടേലായിരുന്നു. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ BR അംബേദ്കർ. മൗലികാവകാശ ഉപസമിതിയുടെ ചെയർമാനാണ് JP കൃപലാനി. ന്യൂനപക്ഷ സമിതിയുടെ ചെയർമാൻ HC മുഖർജി.
ചട്ടങ്ങളും നടപടിക്രമങ്ങളും സമിതി, അതായത് റൂൾസ് ആൻഡ് പ്രൊസീജിയർ കമ്മിറ്റിയും സ്റ്റിയറിംഗ് കമ്മിറ്റിയും. ഇതിൻ്റെ രണ്ടിൻ്റെയും തലവൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി മാത്രമാണ് നോക്കിയത്. ചെയർമാൻ ഡോക്ടർ BR അംബേദ്കർ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റി ആയിരുന്നു. 1947 ഓഗസ്റ്റ് 29 രൂപീകരിച്ചത്. പുതിയ ഭരണഘടനയുടെ കരട് തയ്യാറാക്കലായിരുന്നു ചുമതല. 7 അംഗങ്ങളുണ്ടായിരുന്നു. N. ഗോപാലസ്വാമി അയ്യങ്കാർ, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, KM മുൻഷി, സയ്യിദ് മുഹമ്മദ് സാദുള്ള, N. മാധവറാവു, അത് BL മിത്തറിന് പകരം TT കൃഷ്ണമാചാരി, അത് 1948 TP ഖൈത്താൻ അന്തരിച്ചപ്പോൾ അദ്ദേഹത്തിന് പകരമായിട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കമ്മിറ്റികളുമായിട്ട് ബന്ധപ്പെട്ട് നോക്കാനുള്ളത്. ഇനി ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ഒരു എപ്പിസോഡും കൂടിയേ ഉള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ ഭരണഘടനയിലേക്ക് പോകും. ഇതുവരെ ഉണ്ടായിരുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെയാണ് അടുത്ത എപ്പിസോഡിലായിട്ട് വരാൻ പോകുന്നത്. അപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ എപ്പിസോഡുകൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് പോയി കാണുക. കണ്ടിട്ട് റിപ്പീറ്റ് ചെയ്ത് ഈ എപ്പിസോഡുകൾ കേട്ട് കാര്യങ്ങളെ പഠിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് കൂടുതൽ ഇൻഫർമേറ്റീവായ കാര്യങ്ങളുമായിട്ട് മറ്റൊരു എപ്പിസോഡിൽ കാണാം.